ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. വേറെ രീതി പറഞ്ഞാൽ ഇദ്ദേഹം ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് 1.5 വർഷമാകുന്നു. 2021 മെയ് 17-ന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ഒരു തുടർ നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജസ്റ്റിസ് ജെ.ബി. കോശി പറയുന്നത്. ക്രൈസ്തവ വിഭാഗം പ്രധാന വോട്ട് ബാങ്ക് അല്ലാത്തത് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തടസ്സമെന്നും ജെ.ബി. കോശിക്ക് അഭിപ്രായമുണ്ട്. 24 എക്സ്ക്ലൂസീവ്. നടപ്പാക്കാനായിട്ട് സർക്കാരിന് ചിലപ്പോൾ ആഗ്രഹം കാണുമായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞങ്ങളുടെ കൊടുത്ത റിപ്പോർട്ട് അതിൻ്റെ സംഗ്രഹം എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലും അവർ അയച്ചു കൊടുത്തു. നടപടി എടുക്കണമെങ്കിൽ സർക്കാരിന് പണം വേണം, അതില്ല എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത് ക്രിസ്ത്യൻസ് ഇപ്പം വളരെ മൈനോറിറ്റിയാണ്. അപ്പം വോട്ട് ബാങ്കാണല്ലോ നോക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒന്നാമത് മെജോറിറ്റി ലാറ്റിൻ ക്രിസ്ത്യൻസിലെ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി ആർക്ക് സംവരണമില്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിഷ്ണു, ജസ്റ്റിസ് ജെ.ബി. കോശി നമ്മോട് പറയാൻ ശ്രമിച്ചത് എന്താണ്? ഗുഡ് ഈവനിങ്. അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നിർണായകമാകുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോക്കിനടക്കം ഏറ്റവും നിർണായകമാകുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ജെ.ബി. കോശി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 17-ന് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ഇത്രയും നാളായിട്ട് ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല. ക്രൈസ്തവ സഭകളടക്കം നിരവധി തവണ പ്രതിഷേധങ്ങളും പരാമർശങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അപ്പോഴും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നടപ്പാക്കുമെന്നൊരു ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജെ.ബി. കോശി തന്നെ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഈ ക്രൈസ്തവ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഏടായി റിപ്പോർട്ട് മാറും. അതോടൊപ്പം മലയോര മേഖലകളിലെ വന്യജീവി സംഘർഷം അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ട്. കുട്ടനാട്ടിലേതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ ഏറ്റവും നിർണായകമാകുന്ന ഒരു റിപ്പോർട്ടായി ഇത് മാറും. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതൊരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, നിലവിൽ ക്രൈസ്തവ വിഭാഗം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അല്ല, അതൊരു മൈനോറിറ്റിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു താല്പര്യം ആ വിഷയത്തിൽ ഇല്ല എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രൈസ്തവ സഭകളാകട്ടെ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നൊരു പരാതി കൂടി അദ്ദേഹം പറയുന്നു. സാധാരണഗതിയിൽ ക്രൈസ്തവ സഭകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പോരാട്ടവും സമരവും ഒക്കെ പ്രസ്താവനകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. പക്ഷേ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനും അത് നടപ്പാക്കാനും വേണ്ടി ക്രൈസ്തവ സഭകൾ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല, സമ്മർദ്ദം ശക്തമായി ചെലുത്തുന്നില്ല ഒരു പരാതിയും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരാണ് ഇതിൽ ഇനി ഔദ്യോഗികമായ നിലപാട് സ്വീകരിക്കേണ്ടത്. റിപ്പോർട്ട് സമർപ്പിച്ച് 33 വകുപ്പുകൾക്ക് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അയച്ചു നൽകി അവരിൽ നിന്ന് മറുപടികളൊക്കെ ലഭിച്ചിട്ടും 1 വർഷം പിന്നിടുന്നു. റിപ്പോർട്ടിൽ മേൽ സൂക്ഷ്മമായ പരിശോധനയൊക്കെ നടന്നു, എല്ലാം പൂർത്തിയായി. പക്ഷേ എന്തുകൊണ്ട് നിർദ്ദേശം നടപ്പാക്കുന്നില്ല എന്നൊരു ചോദ്യം ഈ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽ തന്നെ ഉയരുന്നുണ്ട്. ബി.ജെ.പി. നേതാവ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ സമാനമായ വിഷയങ്ങൾ ഉന്നയിക്കും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നടക്കമുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. സജു കാവുംപുറം നമ്മുടെ പ്രേക്ഷകനാണ്. 2019 ഞാൻ സൗദിയിൽ ഉള്ളപ്പോൾ മുതൽ സത്യസന്ധമായ വാർത്തകൾക്കായി 24-നെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡായി ഇപ്പോഴും 24-നൊപ്പം തന്നെ യാത്ര തുടരുന്നു. യാത്ര തുടരണം, അതാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ദിലീപ് രവീന്ദ്രൻ പറയുന്നു, ആദ്യം 6 കൊല്ലത്തിൻ്റെ ആശംസകൾ, താങ്ക് യു. പിന്നെ ഈ എൻകൗണ്ടർ ഇന്നത്തെ നല്ലതായിരുന്നു, ഹാഷ്മിക്ക് ഒരു സല്യൂട്ട്. പക്ഷേ നല്ല സംവാദങ്ങൾ എങ്ങും എത്താതെ പോകുന്നു, പ്രത്യേകിച്ച് കൺക്ലൂഷൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു കൺക്ലൂഷൻ പറയാൻ പറ്റുന്നതായിരിക്കില്ല. അസന്നിഗ്ധമായി അർത്ഥം മുറിച്ചൊരു കാര്യം പറയാൻ പറ്റുന്ന വിഷയങ്ങൾ ഇല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഒരു 1000-ലധികം സംവാദങ്ങൾ ചെയ്ത ഒരാളാണ് ടെലിവിഷനിൽ. ഈ 1000 സംവാദങ്ങളിൽ ഈ കൺക്ലൂഷൻ പറയാൻ പറ്റിയത് ചിലപ്പോൾ ഒരു 100 സബ്ജക്റ്റുകൾക്കായിരിക്കും. അങ്ങനെയാണ് ഈ സംവാദത്തിൻ്റെ പോക്ക്.